ഓൺ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇതൊരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. കാർഡ്ബോർഡ് ബോക്സ് മുതൽ നിങ്ങൾക്ക് ബ്രാൻഡിങ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഇത് ഡോം ക്യാമറയുടെ ബോക്സ് ആണ്. ബുള്ളറ്റ് ക്യാമറയുടെ ബോക്സ് നമുക്ക് ലഭ്യമാണ്. ഒരു ക്യാമറയിൽ നമുക്ക് 3 സ്ഥലങ്ങളിലാണ് ബ്രാൻഡിങ് ലഭ്യമാകുന്നത്. ഒന്ന് ഈ ഫ്രണ്ട് ഭാഗത്ത്, ബാക്ക് സൈഡ്, പിന്നെ ഈ ടോപ്പ് സൈഡിൽ. ഇത്തരം ഭാഗത്താണ് നമുക്ക് സാധാരണ നമ്മൾ ബ്രാൻഡിങ് അടിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പ്രൈസിന് വേണ്ടിയിട്ടുള്ള ഈ സ്ഥലങ്ങളിൽ അവിടെയും ബ്രാൻഡ് ചെയ്യാം. നമ്മളൊരു ബ്രാൻഡ് ചെയ്യുന്നതിന് ഞങ്ങൾ ചാർജ് ഈടാക്കുന്നത് 4 രൂപ 44 പൈസയാണ് ഒരു ബ്രാൻഡ് ചെയ്യുന്നതിന്. ബ്രാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലേസർ പ്രിന്റിംഗ് ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ലേസർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇത് കാർഡ്ബോർഡ് ബോഡിയിലും സാധിക്കും, ഇത്തരത്തിലുള്ള മെറ്റൽ ബോഡിയിലും ഇത് പോസിബിൾ ആണ്. ഓക്കെ, മെറ്റൽ ബോഡിയിലാണെങ്കിൽ ഒരു ക്യാമറയിൽ 2 സ്ഥലത്ത് ഇവിടെയും നമ്മൾ അടിക്കും. സോറി, മെറ്റൽ ബോർഡല്ല, ബുള്ളറ്റ് ക്യാമറ ഹൗസിങ്ങിൽ. ഇത് ബുള്ളറ്റ് ക്യാമറ ഹൗസിങ് പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇതേപോലെ തന്നെ നമുക്ക് മെറ്റൽ ബോഡി ഉണ്ട്. ഓക്കെ, മെറ്റൽ ബോഡി ഉണ്ട്. അപ്പോൾ ഇതിലും നമ്മൾ 2 സ്ഥലങ്ങളിലായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബ്രാൻഡ് ചെയ്യുന്നത്. പിന്നീടുള്ളത് NVR ആണ്. ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന NVR നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മുടെ മാർക്കറ്റിലുള്ള NVRൽ 16 ചാനൽ അല്ലെങ്കിൽ 4 ചാനലിൻ്റെ NVRനൊക്കെ ഏകദേശം 3500-4000 രൂപയാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 4K സപ്പോർട്ട് ചെയ്യാവുന്ന, അതായത് 8 MBയുടെ 16 ക്യാമറ സപ്പോർട്ട് ചെയ്യാവുന്ന ഈ NVRന് നമ്മൾ ബ്രാൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള പ്രൈസ് എന്ന് പറയുന്നത് വെറും 2200 രൂപയാണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക് ബോഡി ഉണ്ട്, മെറ്റൽ ബോഡി നമുക്കുണ്ട്. ഇതിൽ നിങ്ങൾ ബ്രാൻഡ് ചെയ്യുന്നതിൽ ഇവിടെ നിങ്ങൾക്ക് ബ്രാൻഡ് ചെയ്യാം. പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്ത് നിങ്ങളുടെ ലോഗോ ലേസർ പ്രിന്റ് ഉപയോഗിച്ച് ബ്രാൻഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഒരു NVR ഓപ്പൺ ആയി വരുമ്പോൾ, അതിൻ്റെ ആ ഒരു ഫേംവെയർ ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങളുടെ ലോഗോയിലായിരിക്കും ഓപ്പൺ ആയി വരിക. പിന്നീട് ഒരു ക്യാമറ സാധാരണ നമുക്ക് നോ വീഡിയോ വരുമ്പോഴത്തേനും കാണുന്ന സ്ഥലത്ത് നിങ്ങളുടെ ലോഗോയിലായിരിക്കും കാണുന്നത്. ഇതെല്ലാമാണ് നമ്മൾ ബ്രാൻഡിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട്. ഇത് നമ്മുടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോഡിയുള്ള NVR ആണ്. 16 ചാനലിൻ്റെ NVR ആണ്. ഇത് അതിൻ്റെ മെറ്റൽ NVR ആണ്. വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 100 രൂപയുടെ വ്യത്യാസമാണ് പ്രൈസ് ഡിഫറൻസ്. 100 അല്ലെങ്കിൽ 200 ഒരു പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നത്. ഫങ്ഷനാലിറ്റീസ് എല്ലാം സെയിം ആണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ NVR അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ക്യാമറ നമ്മൾ കോൺഫിഗർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ നമുക്ക് മോണിറ്ററിൻ്റെ ആവശ്യമില്ല. കംപ്ലീറ്റ്ലി നമുക്ക് CEC എന്നുള്ളൊരു ആപ്ലിക്കേഷനിലൂടെ കംപ്ലീറ്റ്ലി നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. എല്ലാ തരത്തിലുള്ള ഡെവലപ്പർ സെറ്റിങ്സിലേക്കൊക്കെ നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. അതിനുള്ള എല്ലാ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാമറയും NVRുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്.